ഇത് ചികിത്സയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതല്ല. ഇത് നമുക്കൊരു ഡയഗ്നോസിസിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതെന്താന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമ്മളെ പല്ലില് കേട് വരികയും അത് ഇൻഫെക്ഷൻ കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അത് മോണയിലേക്ക് ബാധിക്കും. മോണയിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതില് പഴുപ്പ് പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഒരു സൈനസ് ട്രാക്റ്റ് രൂപപ്പെടും. മോണയിൽ രൂപപ്പെടുന്ന ഇതുപോലുള്ള സൈനസ് ട്രാക്റ്റുകളുടെ എക്സാക്റ്റ് ആയിട്ടുള്ള റീസൺ ഏത് പല്ലിൽ നിന്നുള്ള പഴുപ്പാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ളൊരു ട്രിക്കാണ് നമ്മൾ പ്രയോഗിക്കുക. പല്ല് റൂട്ട് കനാൽ ചെയ്യുന്ന സമയത്ത് ഫില്ല് ചെയ്യുന്ന ഗട്ടാ പർച്ച എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് ഈ സൈനസ് ട്രാക്റ്റുള്ള ഭാഗത്തേക്ക് ഇറക്കി വെക്കും. അതിന് ശേഷം ഒരു എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ അത് ഏത് ഭാഗത്തേക്കാണ് പോയിന്റ് ചെയ്യുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ റൂട്ടിലാണ് ഇൻഫെക്ഷൻ എന്നറിയാൻ പറ്റും. ആ റൂട്ടിലുള്ള ഇൻഫെക്ഷൻ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ റൂട്ട് കനാൽ ചെയ്തുകൊണ്ട് നമുക്ക് കറക്റ്റ് ചെയ്യാം. ഇനി അതല്ല, അത് ഒരു പരിധിക്കപ്പുറം പല്ലിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോണയെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് റെസ്റ്റോർ ചെയ്യാൻ പറ്റാത്തൊരു പല്ലാണെങ്കിൽ നമുക്കതിൽ എക്സ്ട്രാക്ഷൻ എന്നുള്ള ഓപ്ഷനിലേക്ക് പോകാനും പറ്റും.